നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളം തന്നെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് മലയാളം കംപ്ലീറ്റ് തീർക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കുമാരനാശാനെ കുറിച്ചിട്ടായിരുന്നു. കുമാരനാശാൻ എവിടെയാണ് നമ്മൾ ജനിച്ചത്? കായിക്കരയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ് നളിനി. നളിനിയിലെ കഥാപാത്രങ്ങളാണ് നളിനിയും ദിവാകരനും. ആധുനിക മഹാകവയിത്രത്തിലെ ഒരാളാണെന്നും കൂടി പറഞ്ഞു നിർത്തി. അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു കുമാരനാശാൻ. SNDPയുടെ സെക്രട്ടറി ആയിരുന്നു. വിവേകോദയം മാസികകളുടെ പത്രാധിപനായിരുന്നു. വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും ലഭിക്കുകയുണ്ടായി. അപ്പോൾ കുമാരനാശാനാണ് വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയൊക്കെ കിട്ടിയത്. പിന്നെ എന്താണ്, വിവേകോദയം മാസികയുടെ പത്രാധിപനായിരുന്നു. SNDP സെക്രട്ടറി ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഏതൊക്കെയാണ് കുമാരനാശാൻ്റെ കൃതികൾ? വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ് കേട്ടോ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു കറണ്ട് അഫേഴ്സും കൂടി ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി കുമാരനാശാൻ്റെ കവിതാ സമാഹാരങ്ങളാണ് പുഷ്പവാടി, മണിമാല, വനമാല, സ്വസ്ത്രകൃതികൾ. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ? പുഷ്പവാടി, മണിമാല, വനമാല, സ്വസ്ത്രകൃതികൾ. ഇനി അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളാണ് ബാലരാമായണം, ശ്രീബുദ്ധ ചരിതം. ഒരു വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് സൗന്ദര്യ ലഹരി. നാടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചിത്ര വിജയം, പ്രബോധ ചന്ദ്രോദയം. അപ്പോൾ കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഖണ്ഡകാവ്യം ഓർത്തിരിക്കണം അല്ലേ. നളിനി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? കുമാരനാശാൻ്റെയാണ്. അതുപോലെ വീണപൂവ്, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇതെല്ലാം തന്നെ ആരുടെയാണ്? കുമാരനാശാൻ്റെയാണ്. ഇനി അടുത്തതാണ് OV വിജയൻ. മലയാള കഥാസാഹിത്യത്തിന് നവീന മുഖം നൽകിയ എഴുത്തുകാരനാണ് ആര്? OV വിജയൻ. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റാണ്, ഒരു ചിന്തകനും ഒരു കോമളിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ കൃതിയാണെന്നും. ആരുടെയാണ്? OV വിജയൻ. ധർമ്മപുരാണം, ഗുരുസാഗരം, തലമുറകൾ, കടൽ തീരത്ത്, കാറ്റു പറഞ്ഞ കഥ. ഇതെല്ലാം തന്നെ OV വിജയൻ്റെ കൃതികളാണ്. ഇതിനകത്ത് കടൽ തീരത്ത്, കാറ്റു പറഞ്ഞ കഥാസമാഹാരങ്ങളാണ്. ഇതിൽ തന്നെ കടൽ തീരത്തിലെ ഒരു കഥാപാത്രമാണ് വെള്ളായപ്പൻ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് വെള്ളായപ്പൻ എന്ന കഥാപാത്രം ഏത് കഥാസമാഹാരത്തിൽ അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നുള്ളതെന്ന് ചോദിച്ചിരുന്നു. കടൽ തീരത്ത് എന്ന കൃതിയിൽ നിന്നുള്ളതാണ് വെള്ളായപ്പൻ കേട്ടോ. ആരുടെയാണ്? OV വിജയൻ്റെയാണ് കടൽ തീരത്ത്. ഇനി അടുത്തത് 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിലെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലാണ് കേട്ടോ 10ാം ക്ലാസ്സിലെ ബാക്കി പോർഷൻസ് കിടക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ. വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാട് എവിടെയാണ്? ഇടപ്പള്ളിയാണ്. ഇടപ്പള്ളി എവിടെയാണ്? എറണാകുളമാണ്. കാൽപ്പനിക പ്രസ്ഥാനത്തിൽ ശ്രദ്ധേയനാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? രമണൻ, ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ, യവനിക, കളിത്തോഴി, അമൃതവീജി, രക്തപുഷ്പങ്ങൾ. ഏതൊക്കെയാണ് ചങ്ങമ്പുഴയുടെ പ്രധാന കൃതികൾ? രമണൻ, ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ, യവനിക, കളിത്തോഴി, അമൃതവീജി, രക്തപുഷ്പങ്ങൾ. ഇനി അടുത്ത ആളാണ് സാറാ തോമസ്. സാറാ തോമസിൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ജീവിതം എന്ന നദിയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവലാണ് നാർമുടി പുടവ. ഏതാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏതാണ്? സാറാ തോമസിൻ്റെ നോവൽ ഏതാണ്? നാർമുടി പുടവ.
അടുത്തതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വളരെ പ്രധാനപ്പെട്ടതാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. സ്ഥലം എവിടെയാണ്? വൈക്കത്ത് തലയോലപ്പറമ്പിൽ 1930 ജനിച്ചു. ഉജ്ജീവനം എന്ന പത്രത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. ഉജ്ജീവനം എന്ന പത്രത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് സ്വീകരിച്ചിരുന്നത്. ആരാണ് പ്രഭ എന്ന തൂലിക നാമത്തിൽ ആദ്യം അറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മരണത്തിൻ്റെ നിഴൽ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ജീവിത നിഴൽപ്പാടുകൾ, അങ്ങനെ തുടങ്ങിയത്. വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് കേട്ടോ എഴുതിയിട്ടുള്ളൂ. ഇതെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഏകദേശം ഇതൊക്കെ അറിയാവുന്നതും കൂടിയാണ്. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ? പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മരണത്തിൻ്റെ നിഴലുകൾ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ജീവിത നിഴൽപ്പാടുകൾ. കേട്ടോ, ഇത്രയും കാര്യങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ശബ്ദങ്ങൾ. ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, കഥാബീജം, വിഡ്ഢികളുടെ സ്വർണം, നേരും നുണയും, ചിരിക്കുന്ന മരപ്പാവ, യാ ഇലാഹി, 100 രൂപ നോട്ട്. ഇതും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, കഥാബീജം, വിഡ്ഢികളുടെ സ്വർഗം, നേരും നുണയും, ചിരിക്കുന്ന മരപ്പാവ, യാ ഇലാഹി, 100 രൂപ നോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മാധവിക്കുട്ടി, കമല സുരയ്യ. മറ്റൊരു പേരെന്താണ്? കമല സുരയ്യ. ഇംഗ്ലീഷിൽ കമലാദാസ് എന്നാണ് അവരുടെ പേര്. അതായത് ഇംഗ്ലീഷിൽ അവർ എഴുതുന്ന രചനകൾക്ക് പേര് കൊടുത്തിരുന്നത് കമലാദാസ് എന്നായിരുന്നു. ഇനി അവരുടെ കൃതികൾ ഏതൊക്കെയാണ്? ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഡയറി കുറിപ്പുകൾ, നീർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ഒറ്റയടിപ്പാത, വണ്ടിക്കാളകൾ, ചൂളം വിളികൾ. മാധവിക്കുട്ടിയുടെ ഏതൊക്കെയാണ് കൃതികൾ? ബാല്യകാല സ്മരണകൾ, വർഷങ്ങൾക്ക് മുമ്പ്, ഡയറി കുറിപ്പുകൾ, നീർമാതളം പൂത്തകാലം, നഷ്ടപ്പെട്ട നീലാംബരി, ഒറ്റയടിപ്പാത, വണ്ടിക്കാളകൾ, ചൂളം വിളികൾ. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഉള്ളൂരിനെ കുറിച്ചിട്ടാണ്. മഹാകവിയാണ്. ഉമാകേരളമാണ് മഹാകാവ്യം. കേരള സാഹിത്യ ചരിത്രം 5 ഭാഗങ്ങൾ. പിങ്കള, ചിത്രമാല, താരാഹാരം, തരിങ്കിണി, കൽപ്പശാഖി, അംബ, അമൃതധാര തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏതാണ്? ഉമാകേരളം. കേരള സാഹിത്യ ചരിതം 5 ഭാഗങ്ങളുണ്ട്. പിന്നെയോ പിങ്കള, ചിത്രശാല, താരാഹാരം, തരിങ്കിണി, കൽപ്പശാഖി, അംബ, അമൃതധാര. ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അടുത്തത് പി ഭാസ്കരൻ്റെയാണ്. ഓർക്കുക വല്ലപ്പോഴും. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ തമ്പുരു, ഓടക്കുഴലും ലാത്തിയും, കർഷക ഗാനം, മുൾക്കിരീടം, മുഖത്തോട് മുഖം തുടങ്ങിയവയൊക്കെയാണ് പി ഭാസ്കരൻ്റെ കൃതികൾ. ഏതൊക്കെയാണ് പി ഭാസ്കരൻ്റെ കൃതികൾ? ഓർക്കുക വല്ലപ്പോഴും, തമ്പുരു, ഓടക്കുഴലും ലാത്തിയും, കർഷക ഗാനം, മുൾക്കിരീടം, മുഖത്തോട് മുഖം. ഇനി കൃഷ്ണഗാഥ ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ്. ചെറുശ്ശേരിയുടെ ഏതാണ്? കൃഷ്ണഗാഥയാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയാണ് പൂതപ്പാട്ട്, കാവിലപ്പാട്ട്, പുത്തൻ കലവും അരിവാളും. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഏതൊക്കെയാണ്? പൂതപ്പാട്ട്, കാവിലപ്പാട്ട്, പുത്തൻ കലവും അരിവാളും. അടുത്തതാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏതാണ്? സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം, മതിലുകൾ, നിഴൽക്കൂത്ത്. ഈ സിനിമകളെല്ലാം ആര് സംവിധാനം ചെയ്തതാണ്? നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്തത് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാണ്? കൊഴിഞ്ഞ ഇലകൾ.
ഇനി അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലുള്ള കവികളെ കുറിച്ചിട്ടാണ് കേട്ടോ. എഴുത്തുകാരെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെയാണ് ശബ്ദിക്കുന്ന കലപ്പ. ശബ്ദിക്കുന്ന കലപ്പ ആരുടെയാണ്? പൊൻകുന്നം വർക്കി. അടുത്തത് പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോൻ്റെയാണ് ദ ആൽക്കമിസ്റ്റ്. ദ ആൽക്കമിസ്റ്റ് ആരുടെയാണ്? പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ. അടുത്തത് കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിയത്രത്തിൽ പെടുന്നതാണ് കുഞ്ചൻ നമ്പ്യാർ. 18ാം നൂറ്റാണ്ടിലെ കവിയാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. കല്യാണ സൗഗന്ധികം, കിരാതം, സമന്തികം, ഘോഷയാത്ര, ത്രിപുര ദഹനം ഇതെല്ലാം തുള്ളൽ പാട്ടുകളാണ്. കല്യാണ സൗഗന്ധികം, കിരാതം, സമന്തകം, ഘോഷയാത്ര, ത്രിപുര ദഹനം ഇതെല്ലാം തുള്ളൽ പാട്ടുകളാണ്. കാവ്യം ഏതാണ്? ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം. ഏതാണ്? ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളമാണ് കാവ്യം. ഇനി ആധുനിക കവിയത്രം എന്നറിയപ്പെടുന്നത് ആരെയൊക്കെയാണ്? ആധുനിക കവിയത്രം വള്ളത്തോള്, ഉള്ളൂര്, കുമാരനാശാൻ. ആരൊക്കെയാണ് ആധുനിക കവിയത്രങ്ങൾ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, കുമാരനാശാൻ. വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ ആധുനിക കവിയത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രാചീന കവിയത്രങ്ങൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആരൊക്കെയാണ് പ്രാചീന കവിയത്രത്തിൽ പെടുന്നത്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. ഇനി അരജൻ എന്ന വാക്കിന് അർത്ഥം എന്തായിരിക്കും? അരജൻ എന്ന് പറഞ്ഞ ആരാണ്? രാജാവ് എന്നാണ്. ന്യായം, ന്യായമാണ്. ന്യായം എന്ന് പറഞ്ഞ ന്യായം. അസ്തപ്രജ്ഞൻ, ബുദ്ധി നശിച്ചവൻ. അസ്തപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി നശിച്ചവൻ. ഒറ്റ വാക്കായിട്ട് ചോദിക്കാം അല്ലേ? അസ്ത്രപ്രജ്ഞൻ, അസ്തപ്രജ്ഞൻ ആരാണ്? ബുദ്ധി നശിച്ചവൻ. ആയതി പ്രഭുത്വം, ആയതി പ്രഭുത്വം. ഘൃതം, നെയ്, ഘൃതം, നെയ്. ഇത് ഞാൻ പറയാൻ കാരണം ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്, SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത ആളാരാണ്? MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, അസുരവിത്ത്, രണ്ടാം മൂഴം, കാലം, ഇരുട്ടിൻ്റെ ആത്മാവ്, വാനപ്രസ്ഥം, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ചൻ, പരിണയം, പാതിരാ കഥകൾ. ഇതൊക്കെ ആരുടെയാണ്? MT വാസുദേവൻ നായരുടെയാണ്. MT വാസുദേവൻ നായരുടെ ഏതൊക്കെയാണ്? നാലുകെട്ട്, മഞ്ഞ്, അസുരവിത്ത്, രണ്ടാം മൂഴം, കാലം. ഇതെല്ലാം എന്താണ്? നോവലാണ് അല്ലേ? MTയുടെ നോവലാണ് ഏതൊക്കെ? നാലുകെട്ട്, മഞ്ഞ്, അസുരവിത്ത്, രണ്ടാം മൂഴം, കാലം. ഇനി ഇരുട്ടിൻ്റെ ആത്മാവ്, വാനപ്രസ്ഥം, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി ഇതെല്ലാം ചെറുകഥകളാണ്. ഇനി ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, പെരുന്തച്ചൻ, പരിണയം, പാതിരാ കഥകൾ ഇതെല്ലാം തന്നെ ആരുടെ കൃതികളാണ്? MT വാസുദേവൻ നായരുടെയാണ്. അപ്പം ഇതിനകത്ത് കൂടുതലും ചോദിക്കാൻ രണ്ടാം മൂഴം ആരുടെയാണെന്ന് നമുക്കറിയാം അല്ലേ? ഇരുട്ടിൻ്റെ ആത്മാവ് ഇതും ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? MTയുടെ കൃതികളാണ് രണ്ടാം മൂഴം, ഇരുട്ടിൻ്റെ ആത്മാവ്, നാലുകെട്ട്, മഞ്ഞ് മുതലായവ. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കുമാരനാശാൻ്റെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അദ്ദേഹം എന്താ പറയുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കറണ്ട് അഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികം 2024 ആഘോഷിക്കുന്നു. 150ാം ജന്മവാർഷികം 2023 ആഘോഷിച്ചു. 150ാം ജന്മവാർഷികം 2023 ചരമവാർഷികം 2024 100ാമത്തെയാണ് കേട്ടോ. അത് രണ്ടും ഓർത്തിരിക്കാം. ഈ 2024 100ാം ചരമവാർഷികം പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ കൃതിയായ, അതായത് ഖണ്ഡകാവ്യമായ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചിത്രം റീലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന സിനിമ ആരാണ് സംവിധാനം ചെയ്തത്? KP കുമാരനാണ്. അതിൽ അഭിനയിച്ച നടൻ ശ്രീവത്സൻ J മേനോനാണ്. അപ്പോൾ ഇതും കൂടി ഈ ഒരു കൂട്ടത്തിൽ ഓർത്തിരിക്കാം കേട്ടോ. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ഇതിൽ നിന്ന് എന്തായാലും കൂട്ടുകാരോട് എക്സാമിന് ചോദിച്ചിരിക്കും. കഴിഞ്ഞ UPSC എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ആദ്യത്തെ, മലയാള
ഗദ്യകൃതി ഏതാണെന്ന്. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യകൃതി ഏതാണ്? ഭാഷ കൗടില്യമാണ്. മലയാളത്തിലെ ആദ്യ ഗദ്യകൃതി ഏതാണ്? ഭാഷാ കൗടില്യം. ഏതാണ്? ഭാഷാ കൗടില്യം. മലയാള ഗദ്യകൃതി ഭാഷ കൗടില്യം. ഇനി ചെറുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു ആശയം മാത്രമേ ചെറുകഥയിൽ ഉണ്ടാവുള്ളൂ. ഒരു സംഭവത്തെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ളതാണ് ചെറുകഥ. പിന്നെ എന്നുകൂടി പറയാം, ചെറുകഥ എന്ന് പറഞ്ഞാൽ അനുക്രമമായ ഒരു സംഭവ വിവരണം കൂടിയാണ് ഏത്? ചെറുകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഥ എന്നല്ല അർത്ഥം. ഓക്കെ, ചെറിയ കഥ എന്നാണോ അർത്ഥം? അല്ല. ചെറുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവത്തെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരു ആശയം മാത്രമായിരിക്കും അതിനകത്തുള്ളത്. അതിൽ അനുക്രമമായ ഒരു സംഭവം വിവരിക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ചെറുകഥ. ഇനി ചെറുകഥയുടെ പ്രത്യേകത എന്താണ്? ആദ്യം ഒരു പ്രശ്നം അവതരിപ്പിക്കും, പിന്നെ ആ പ്രശ്നത്തിന് പരിഹാരം തേടുകയും ചെയ്യുന്നു. ഇതാണ് എന്തിൽ വരുന്നത്? ചെറുകഥയിൽ വരുന്നത്. ആദ്യം ഒരു പ്രശ്നം അവതരിപ്പിക്കും, അതിന് പിന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നു. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അപ്പം ചെറുകഥ എന്ന് പറയുന്നത് ചെറിയ കഥയല്ല, ഇങ്ങനത്തെ ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ചെറുകഥയുടെ ഒരു പ്രത്യേകതയാണ് മൗലികമായ സ്വഭാവം ഉണ്ടാവും, അതായത് ഏകാഗ്രത ഉണ്ടാവും അല്ലേ? മൗലികമായിട്ടുള്ള ഒരു സ്വഭാവം, മൗലികമായ ഒരു സ്വഭാവം ഉണ്ടാവും, ഏകാഗ്രത ഉണ്ടാവും. ചെറുകഥയുടെ ഒരു പ്രത്യേകതയാണ്. ചെറുകഥ 19-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. ഇനി ആദ്യത്തെ ചെറുകഥ ഏതാണ്? ആദ്യത്തെ ചെറുകഥ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസന വികൃതിയാണ്. ഏതാണ് ആദ്യത്തെ ചെറുകഥ? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ വാസന വികൃതി ഏതിലാണ് അച്ചടിച്ചു വന്നത്? വിദ്യാവിനോദിനി. ഇത് ചോദിച്ച ചോദ്യമാണ്, ഈ UPSCക്ക് ചോദിച്ചതാണ്. വാസന വികൃതി എന്ന ചെറുകഥ ഏത് പത്രത്തിലാണ് അച്ചടിച്ചു വന്നത്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് ഏതിലാന്ന് ചോദിച്ചാൽ ഏതിലാണ്? വിദ്യാവിനോദിനി. UPSCക്ക് ഇങ്ങനെയാണ് ചോദിച്ചത്, വാസന വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? ഏതിലാണ്? വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, ഭാഷാപോഷിണി, ആത്മപോഷിണി. നോക്കിക്കേ, നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമാണ് വിദ്യാവിനോദിനിന്ന് ടിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് വിദ്യാവിലാസിനിയും തന്നിട്ടുണ്ട്. ആദ്യം ചാടിക്കയറി വിദ്യ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? ടിക്ക് ചെയ്യാൻ തോന്നും. ശ്രദ്ധിച്ചെഴുതണം, വിദ്യാവിനോദിനിയാണ്. വാസന വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? വിദ്യാവിനോദിനിയിലാണ്. ആരെഴുതിയതാണ് വാസന വികൃതി? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെയാണ്. ഓർത്തിരിക്കാം കേട്ടോ. കേരള മോപ്പാസ് ആരാണ്? കേരള മോപ്പാസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? തകഴിനെയാണ് കേരള മോപ്പാസ് എന്നറിയപ്പെടുന്നത്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. ആദ്യ മലയാള നോവൽ ആരുടെയാണ്? അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കുന്തലത. ആരെഴുതിയതാണ്? അപ്പു നെടുങ്ങാടിയുടെ. ഇനി ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എഴുതിയത് ആരാണ്? ഒയ്യാരത്ത് ചന്ദ്രമേനോൻ. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ആരെഴുതിയതാണ്? ഒയ്യാരത്ത് ചന്ദ്രമേനോൻ. ഓർത്തിരിക്കണം. ഈ ഇന്ദുലേഖ തന്നെയാണ് ആദ്യ സാമൂഹ്യ നോവലും. ഇന്ദുലേഖ തന്നെയാണ് ആദ്യ സാമൂഹ്യ നോവലും. ആദ്യ സാമൂഹ്യ നോവലും ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലും ഏത് തന്നെയാണ്? ഇന്ദുലേഖയാണ്. എന്നാൽ ആദ്യ മലയാള നോവൽ ഏതാന്ന് ചോദിച്ചാൽ അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. ഇനി ചരിത്ര നോവൽ ഏതാണെന്ന് ചോദിച്ചാലോ? ആദ്യത്തെ ചരിത്ര നോവല് അക്ബറാണ്. ആരെഴുതിയതാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ചരിത്ര നോവൽ ഏതാണ്? അക്ബർ. ആരെഴുതിയതാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. അടുത്തത് സ്വർഗദൂതൻ. ആരെഴുതിയതാണ് സ്വർഗദൂതൻ? പോഞ്ഞിക്കര റാഫിയുടെയാണ് സ്വർഗദൂതൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യ ബോധധാര നോവലാണ്. എന്താണ്? ആദ്യ ബോധധാര നോവലാണ് പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതൻ. ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്തത് MTയുടെ മറ്റ് ബോധധാര നോവലുകളാണ്. MTയുടെ മഞ്ഞ്, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം,
PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഏതൊക്കെയാണ് അടുത്ത ബോധധാര നോവൽ ഏതൊക്കെയാണ്? MTയുടെ മഞ്ഞ്, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം. ഇത് രണ്ടും MTയുടെ ആണ് കേട്ടോ. മഞ്ഞ്, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം. ഇനി PK ബാലകൃഷ്ണൻ്റെയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? PK ബാലകൃഷ്ണൻ. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അടുത്ത ബോധധാര നോവലാണ് കോവിലൻ്റെ തോറ്റങ്ങൾ, വിലാസിനിയുടെ അവകാശികൾ. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MK മേനോൻ ആണ്. ആരാണ്? MK മേനോൻ. മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ. ആരാണ്? മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ, MK മേനോൻ. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MK മേനോൻ. ഇനി അടുത്തതാണ് അപസർപ്പക നോവൽ. അപസർപ്പക നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റക്റ്റീവ് നോവലുകളെയാണ് അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവലുകളെയാണ് നമ്മൾ അപസർപ്പക നോവൽ എന്ന് പറയുന്നത്. അപസർപ്പക നോവൽ എന്ന് പറയുന്നത് എന്തിനാണ്? ഡിറ്റക്റ്റീവ് ടൈപ്പുള്ള നോവൽ അല്ലെങ്കിൽ കുറ്റാന്വേഷണ ടൈപ്പിലുള്ള നോവലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപസർപ്പക നോവൽ. വാക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപസർപ്പക നോവൽ. ആദ്യത്തെ അപസർപ്പക നോവൽ ആരുടെയാണ്? കനകം മൂലം. ആരുടെയാണ്? മുർക്കോത്ത് കുമാരൻ്റെ കനകം മൂലം. അപസർപ്പക നോവല് ആദ്യത്തെ ഏതാണ്? കനകം മൂലം. ആരാണ് എഴുതിയത്? മുർക്കോത്ത് കുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ നിരൂപണ ഗ്രന്ഥം ലീലാതിലകമാണ്. മലയാളത്തിലെ ആദ്യത്തെ നിരൂപണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകമാണ്. മലയാളത്തിലെ ആദ്യത്തെ നിരൂപണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകം. സാഹിത്യ മാസിക. ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? വിദ്യാവിനോദിനി. നമ്മുടെ വാസന വികൃതി അച്ചടിച്ച് വന്നത് ആദ്യത്തെ മാസിക ഏതായിരുന്നു? വിദ്യാവിനോദിനിയിലാണ്. പത്രാധിപൻ ആരായിരുന്നു? CP അച്യുതമേനോൻ. പത്രാധിപൻ ആരാണ്? CP അച്യുതമേനോൻ. മലയാള നിരൂപണ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് ആരാണ്? CP അച്യുതമേനോനാണ്. മലയാള നിരൂപണ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത് ആരാണ്? CP അച്യുതമേനോനാണ്. ഇനി ആദ്യ യാത്രാ വിവരണം ഏതാണ് പുസ്തകം? ആദ്യ യാത്രാ വിവരണം ആരുടെയാണ്? എന്നാണ് പുസ്തകം. ഏതാണ് പേര്? വർത്തമാന പുസ്തകം അല്ലെങ്കിൽ അഥവാ റോമായാത്ര. ആരുടെയാണ് വർത്തമാന പുസ്തകം അല്ലെങ്കിൽ റോമായാത്ര? പാറമേക്കൽ തോമാക്കത്തനാരാണ് എഴുതിയതാണ് വർത്തമാന പുസ്തകം. തോമാക്കത്തനാരുടെയാണ് യാത്രാ വിവരണം. പുസ്തകം ആദ്യ യാത്രാ വിവരണമാണ്. ആദ്യ യാത്രാ വിവരണം തന്നെ, അതായത് അച്ചടിച്ചു വന്നത് ആരുടെയാണ്? പരുമല തിരുമേനിയുടെ ആദ്യം അച്ചടിച്ചത് പരുമല തിരുമേനിയുടെ യാത്രാ വിവരണം ഏതാണ്? യാത്രാ വിവരണമാണ്. പാറമേക്കൽ തോമാക്കത്തനാരുടെയാണ് വർത്തമാന പുസ്തകമാണ്. എന്നാൽ ആദ്യം അച്ചടിച്ചത് ആരുടെയാണ്? പരുമല തിരുമേനിയുടെ ഊർസ്ലോമാണ്. പരുമല തിരുമേനിയുടെ ഊർസ്ലോം. ഇനി കുഞ്ഞുകുട്ടൻ്റെ യാത്രാ വിവരണമാണ് ഏത്? മദുരാശി യാത്ര. KC കേശവൻ്റെയാണ് കാശി യാത്ര. ഇനി അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മകഥകൾ. കുറച്ച് പേരുടെയെങ്കിലും ആത്മകഥകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടവരുടെ ആത്മകഥയാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ B കല്യാണിയമ്മ. കല്യാണിയമ്മയുടെ ഏതാണ്? വ്യാഴവട്ട സ്മരണകൾ. B കല്യാണിയമ്മ അവരുടെ ആത്മകഥ ഏതാണ്? വ്യാഴവട്ട സ്മരണകൾ. KM പണിക്കർ അവരുടെ ആണെങ്കിലോ ആത്മകഥയുടെ പേര് ആത്മകഥ തന്നെയാണ്. KM പണിക്കർ ആത്മകഥ. ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ. ഇതിനു മുമ്പ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ. NN പിള്ള. NN പിള്ളയുടെയാണ് ഞാൻ. NN പിള്ള ഞാൻ. തിക്കൊടിയൻ. തിക്കൊടിയൻ്റെ ഏതാണ്? അരങ്ങു കാണാത്തവൻ. തിക്കൊടിയൻ അരങ്ങു കാണാത്തവൻ. അടുത്തത് P കുഞ്ഞിരാമൻ നായർ അവരുടെ കവിയുടെ കാൽപ്പാടുകൾ. ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. P കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ. AKG ഏതാണ്? എൻ്റെ ജീവിതകഥ. AK ഗോപാലൻ. AKGയുടെ ഏതാണ്? എൻ്റെ ജീവിതകഥ. മന്നത്ത് പത്മനാഭൻ്റെയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ. KP കേശവമേനോൻ കഴിഞ്ഞ കാലം. KP കേശവമേനോൻ കഴിഞ്ഞ കാലം. ചെറുകാടിൻ്റെയാണ് ജീവിതപാത. ചെറുകാടിൻ്റെ ജീവിതപാത. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ. മാധവിക്കുട്ടി എൻ്റെ കഥ. അടുത്തത് ചെങ്ങമ്പുഴ. ചെങ്ങമ്പുഴയുടെ ഏതാണ്? തുടിക്കുന്ന
താളുകൾ. ചങ്ങമ്പുഴയുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ എൻ്റെ വഴിയമ്പലങ്ങൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതോടൊപ്പം ഈ കഴിഞ്ഞ UPSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കാം. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന്? അധ്യേതാവ്. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അധ്യേതാവാണ്. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണെന്ന്? വള്ളത്തോളിനെയാണ് കേട്ടോ. ആരെയാണ്? വള്ളത്തോൾ. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അടുത്തത്, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. അടുത്തത്, മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആരാണ്? മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ചു സമർത്ഥിച്ച ഭാഷാ പണ്ഡിതനാണ് ഇളംകുളം കുഞ്ഞൻപിള്ള. ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള. അടുത്തത്, പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം ഉന്മ നിനച്ചതെല്ലാം വെൺമണി തിരണ്ടെന്നു മേവിടും നമനം. അലങ്കാരം ഏതാണ്? പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം ഉന്മ നിനച്ചത് എല്ലാം വെൺമ തിരണ്ടെന്നു മേവിടും നമനം. അലങ്കാരം യമകമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അലങ്കാരം ഒന്ന് നോക്കിയിട്ട് പോകാം. ഭയങ്കര എളുപ്പമാണ്. ആദ്യപ്രാസം, അന്ത്യപ്രാസം, യമകം മിക്കപ്പോഴും കേട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആ മാർക്ക് നേടാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തത്, ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃക ഏതാണ്? ഒരധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് ഏത്? സൂക്ഷ്മ നിലവാര ബോധനം, മൈക്രോ ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 കറണ്ട് അഫേഴ്സും കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു പോകാം കേട്ടോ. മലയാളവുമായി ബന്ധപ്പെട്ട 1-2 കറണ്ട് അഫേഴ്സും കൂടി നമുക്കൊന്ന് പഠിക്കാം. ഒന്നാമത്തെ, സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളാണ് ഏതൊക്കെ? എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ? എൻ്റെ ഗ്രാമം, എൻ്റെ ജനത, അരക്കില്ലം. എഴുത്തച്ഛൻ പുരസ്കാര തുക 5 ലക്ഷമാണ് കേട്ടോ. ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A. സേതുമാധവൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? A. സേതുമാധവൻ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമുണ്ട്. ഇനി 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവും കൂടിയാണ് A. സേതുമാധവൻ. എന്താണ് പറഞ്ഞത്? അതായത് 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തനും 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? A. സേതുമാധവനാണ്. ഈ A. സേതുമാധവൻ തന്നെയാണ് 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവും. ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ.
അടുത്തത് വയലാർ പുരസ്കാരമാണ്. വയലാർ പുരസ്കാരം 2023 നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡാണ് നേടിയിരിക്കുന്നത്. 47ാമത് വയലാർ അവാർഡ്, അതായത് 2023 47ാമത് വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഏത് എഴുത്തുകാരനാണ്? ശ്രീകുമാരൻ തമ്പി. ഏത് രചനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്? ജീവിതം ഒരു പെൻഡുലം. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. പ്രണയഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തി പോരുന്ന ഇദ്ദേഹം ഹൃദയഗീതങ്ങളുടെ കവി എന്നും അറിയപ്പെടുന്നു. പ്രണയഗാനങ്ങൾ എഴുതുന്നതിൽ അസാമാന്യ വൈഭവം പുലർത്തി പോരുന്ന ഇദ്ദേഹം, അതായത് ശ്രീകുമാരൻ തമ്പിയെ ഹൃദയഗീതങ്ങളുടെ കവി എന്നും അറിയപ്പെടുന്നു. 2018 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വയലാർ അവാർഡ് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. അങ്ങനെയെങ്കിൽ 2022 46ാമത് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? S ഹരീഷിനാണ്. 2022 ആർക്കാണ് ലഭിച്ചത്? S ഹരീഷിനാണ്. ഏതായിരുന്നു നോവല്? മീശയായിരുന്നു. S ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 2022 വയലാർ പുരസ്കാരം നേടിയത്. ഇനി വയലാർ പുരസ്കാരം അതിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. എന്താണ് പറഞ്ഞത്? വയലാർ പുരസ്കാരം എന്താണ് സമ്മാനത്തുക? 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ആഗസ്റ്റ് 17 എന്നിവയാണ് S ഹരീഷിന്റെ പ്രധാന രചനകൾ. അപ്പോൾ ഹരീഷിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ്? രസവിദ്യയുടെ ചരിത്രം, ആദം, അപ്പൻ, ആഗസ്റ്റ് 17. 2021 വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 വയലാർ അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? ബെന്യാമിനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അടുത്തത് മലയാറ്റൂർ അവാർഡ്. മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 മലയാറ്റൂർ അവാർഡ് സാറ ജോസഫിനാണ്. അവരുടെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്തർ ആണ്. എസ്തർ. സാറ ജോസഫിന്റെ എസ്തർ എന്ന നോവലിന് ആണ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. 17ാമത്തെ മലയാറ്റൂർ പുരസ്കാരമാണ് കേട്ടോ. ഇതിന് എന്താണ് സമ്മാന തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. അപ്പോൾ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫിനാണ്. നോവൽ ഏതായിരുന്നു? എസ്തർ ആയിരുന്നു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. യുവ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? രജനി സുരേഷിന്റെ വളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മ പുസ്തകത്തിനാണ്. യുവ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? രജനി സുരേഷിനാണ്. അവരുടെ എന്തിനായിരുന്നു കിട്ടിയത്? അവരുടെ കൃതി എന്താണ്? വളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മ പുസ്തകത്തിനാണ് മലയാറ്റൂർ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതിൻ്റെ സമ്മാന തുക 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ്. അടുത്തത് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ്? PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ വായിക്കുന്നത് ആരാണ്? കൃഷ്ണനാണ്. അപ്പം അത് കണക്ട് ചെയ്ത് പഠിക്കാലോ. PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ അവാർഡ് 2023 കിട്ടിയത് ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. സമ്മാന തുക 30,000 രൂപയാണ്. കവിതാ സമാഹാരം കവിത മാംസഭോജിയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകളാണ് മടിയരുടെ മാനിഫെസ്റ്റോ, ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, പിന്നെ അതിരപ്പിള്ളിക്കാട്ടിൽ. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ? മടിയരുടെ മാനിഫെസ്റ്റോ, ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, അതിരപ്പിള്ളിക്കാട്ടിൽ. അടുത്തത് 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കായിരുന്നു കിട്ടിയത്? അംബികാസുധൻ മങ്ങാടിനാണ് 2022 ഓടക്കുഴൽ അവാർഡ് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പ്രാണവായു. മറ്റു പ്രധാന കൃതികളാണ് കുന്നുകൾ, പുഴകൾ, എൻ മകജെ, രാത്രി, 2 മുദ്ര, ജീവിതത്തിൻ്റെ മുദ്ര, വാലില്ലാത്ത കിണ്ടി, നീരാളിയൻ, ഒതനൻ്റെ വാൾ, 2 മത്സ്യങ്ങൾ, ഓർമ്മകളുടെ നിണബലി, മരക്കാപ്പിലെ തെയ്യങ്ങൾ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പം അതൊന്നും പ്രത്യേകം ഓർത്തില്ലെങ്കിലും 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയത്? അംബികാസുധൻ മങ്ങാടിനാണെന്നും കൃതി പ്രാണവായു ആണെന്നും ഓർത്തിരിക്കാം.
ഇനി അടുത്തത് പൂന്താനം സ്മാരക അവാർഡ്. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അപ്പോൾ 2024 പൂന്താനം സ്മാരക അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് എം ജീവേഷാണ്. എൻ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത്. അപ്പോൾ യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ്? എം ജീവേഷ്. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സി രാധാകൃഷ്ണനാണ്. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നീതു സി സുബ്രഹ്മണ്യനാണ്. രണ്ടും ഓർത്തിരിക്കുക. ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനും യുവ സാഹിത്യ പുരസ്കാരം ONVയുടെ യുവ സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? നീതു സി സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടുകാരൊന്ന് പഠിച്ചിട്ട് പോകുക. ഇനി സന്ധിയും അതുപോലെ തന്നെ സമാസമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒറ്റപ്പദം എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ നോക്കുക. അതൊന്നും നമുക്ക് കുഞ്ഞായിട്ട് പറഞ്ഞാലൊന്നും നിൽക്കില്ല. പിന്നെ പിരിച്ചെഴുതാനും ഗ്രാമർ കുറച്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാനത് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഗ്രാമറും കൂടി വേണമെങ്കിൽ പിരിച്ചെഴുതാനും അതുപോലെ സന്ധി സമാസം ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ മലയാളത്തിൻ്റെ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വരും സബ്ജക്റ്റുകൾ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അതോടൊപ്പം തന്നെ ഇത് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.